ടോപ്പേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ആരംഭിക്കാം. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തെ ഇന്ത്യയുടെ പിതാമഹൻ, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നു. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ, ഇന്ത്യ ഇന്ത്യക്കാർക്ക്, സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വിപ്ലവത്തെയാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വിപ്ലവത്തെയാണ്? 1857 വിപ്ലവത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? VD സവർക്കർ. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് VD സവർക്കർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ് VD സവർക്കറുടെ പുസ്തകത്തിന്റെ പേര്? 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ് UPയിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെ എന്ന സൈനികനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. 1857 വിപ്ലവകാരികളുടെ മുദ്ര എന്തായിരുന്നു? ചപ്പാത്തിയും താമരയും. 1857 വിപ്ലവകാരികളുടെ മുദ്രയായിരുന്നു ചപ്പാത്തിയും താമരയും. 1857 വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? ഡൽഹി. 1857 വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ നയിച്ച വിപ്ലവകാരി ആരാണ്? താന്തിയോ തോപ്പി. താന്തിയോ തോപ്പിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ നയിച്ചത്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു ആണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ വ്യാപിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച സാഹിത്യകാരൻ ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി
എന്ന കൃതി രചിച്ച സാഹിത്യകാരനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഝാൻസിയിൽ നിന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാര്? റാണി ലക്ഷ്മിബായി. ഝാൻസിയിൽ നിന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായിയാണ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയെക്കുറിച്ച് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിലാണ് അദ്ദേഹം റാണിയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ജവഹർലാൽ നെഹ്റു റാണിയെ വിശേഷിപ്പിച്ചത്. ഝാൻസി റാണിയുടെ കുതിരയുടെ പേരാണ് ബാദൽ. ഝാൻസി റാണിയുടെ കുതിരയുടെ പേരാണ് ബാദൽ. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക എന്നും ചബേലി എന്ന പേരിലും റാണി അറിയപ്പെടുന്നു. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. ഝാൻസി റാണി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചബേലി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശ്. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. മംഗൽ പാണ്ഡെ ദി റൈസിംഗ് എന്ന ചിത്രം സംവിധാനം ചെയ്തതാര്? കേതൻ മേത്ത. ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അമീർ ഖാൻ ആയിരുന്നു. മംഗൽ പാണ്ഡെ ദി റൈസിംഗ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് കേതൻ മേത്തയാണ്. മംഗൽ പാണ്ഡെയായി വേഷമിട്ടത് അമീർ ഖാൻ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം എപ്പോൾ? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരനാര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാര്? എ.ഒ. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി. W.C. ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ഈ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് കേശവപിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 72 പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്, കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാണ്.
ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയതും ദാദാഭായ് നവറോജിയാണ്. കൂടാതെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ പേര് നിർദ്ദേശിച്ചത്. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. കൂടാതെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്, അതിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. എന്താണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം? ഇന്ത്യയുള്ള സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനും ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിളിക്കപ്പെട്ട വനിത ആരാണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിളിക്കപ്പെട്ട വനിതയാര്? മാഡം ഭിക്കാജി കാമ. ഇദ്ദേഹമാണ് ഇന്ത്യക്കായി ആദ്യമായൊരു ദേശീയ പതാക നിർമ്മിച്ചത്. ഇന്ത്യക്കായി ആദ്യമായി ദേശീയ പതാക നിർമ്മിച്ചത് മാഡം ഭിക്കാജി കാമയാണ്. ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയതെവിടെ? ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയതെവിടെ? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർത്തിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ആണ് 1907 ഇന്ത്യൻ പതാക ഉയർത്തിയത്. ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് എവിടെയാണ്? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ആണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതായുള്ള പ്രഖ്യാപനം ഉണ്ടായതെന്ന്? 1911 ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണവ്യവസ്ഥ വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമം ഏതായിരുന്നു? ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണവ്യവസ്ഥ വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമം ഏതായിരുന്നു? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണവ്യവസ്ഥ വിഭാവനം ചെയ്തത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ആചാര്യ JB കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തി ആണ് ആചാര്യ JB കൃപലാനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നാണ് പട്ടാഭി സീതാരാമയ്യ അറിയപ്പെട്ടത്. ഇദ്ദേഹമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത്. പട്ടാഭി സീതാരാമയ്യാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏതാണ്? രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം? കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരമാണ് കൊൽക്കത്ത. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചതാര്? 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചതാര്? രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമേത്? 1911 കൊൽക്കത്ത സമ്മേളനമാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമേത്? 1911 കൊൽക്കത്ത സമ്മേളനം. കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം ഏതായിരുന്നു? 1885 to 1905. കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ് കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം.
കോൺഗ്രസിലെ തീവ്രവാദ കാലഘട്ടമായി അറിയപ്പെടുന്ന ഏത്? 1905 മുതൽ 1919 വരെയാണ് കോൺഗ്രസിലെ തീവ്ര ദേശീയവാദ കാലഘട്ടം. കോൺഗ്രസിലെ ഗാന്ധി യുഗം ഏതായിരുന്നു? 1919 മുതൽ 1947 വരെയാണ് കോൺഗ്രസിലെ ഗാന്ധി യുഗം. കോൺഗ്രസിലെ ഗാന്ധി യുഗം ഏതായിരുന്നു? 1919 മുതൽ 1947 വരെ. കോൺഗ്രസിൽ ആദ്യത്തെ പിളർപ്പുണ്ടായ വർഷമേത്? 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസിൽ ആദ്യത്തെ പിളർപ്പുണ്ടായ വർഷമാണ് 1907 സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ സമ്മേളനം നടന്നതെവിടെ? ലക്നൗ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ സമ്മേളനം നടന്നത് ലക്നൌവിലാണ് 1916. കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഭവമേത്? കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഭവമേത്? ലക്നൗ ഉടമ്പടി. 1916 ലക്നൗ ഉടമ്പടി പ്രകാരം കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ചതെന്ന്? ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ചത് 1930 ജനുവരി 26-നാണ്. 1930 ജനുവരി 26-നാണ് കോൺഗ്രസ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ആചരിച്ചത്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് ഏത് നദിയുടെ തീരത്താണ്? 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ് ജവഹർലാൽ നെഹ്റു 1929 ഡിസംബർ 31 ത്രിവർണ പതാക ഉയർത്തിയത്. കോൺഗ്രസ് നിസ്സഹകരണ പ്രമേയം പാസാക്കിയ സമ്മേളനമേത്? കോൺഗ്രസ് നിസ്സഹകരണ പ്രമേയം പാസാക്കിയ സമ്മേളനമേത്? 1920 നാഗ്പൂർ കോൺഗ്രസിൽ വെച്ചാണ് കോൺഗ്രസ് നിസ്സഹകരണ പ്രമേയം പാസാക്കിയത്. 1924 ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1924 ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബെൽഗാം. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ബംഗാൾ. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം? 1905 ഒക്ടോബർ 16-നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1905 ഒക്ടോബർ 16-നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ബംഗാൾ വിഭജനം. ഇന്ത്യക്കാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. ബംഗാൾ വിഭജനം വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20-നാണ്. എന്നാൽ അത് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ബംഗാൾ വിഭജനത്തിൽ
നെതിരെ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷമാണ് 1911. ഹാർഡിഞ്ച് സെക്കൻഡ് എന്ന വൈസ്രോയിയാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന ദിവസം ദേശീയ വിലാപ ദിനമായി ആചരിക്കാൻ തുടങ്ങി. ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായി ആചരിക്കുന്നു. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? വിദേശ വസ്തുക്കൾ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വന്തം രാജ്യത്തുനിന്നുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം സ്വീകരിക്കുക എന്നതാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷമാണ് 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെന്റ്. വന്ദേ മാതരം മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ് വന്ദേ മാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ എന്നിവ. എന്താണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ് വന്ദേ മാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ എന്നിവ. സ്വദേശി പ്രസ്ഥാനത്തിലെ ബംഗാളിലെ പ്രമുഖ നേതാക്കളായിരുന്നു അരവിന്ദ ഘോഷ്, പി.സി. റോയ്, രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിലെ ബംഗാളിലെ പ്രമുഖ നേതാക്കളായിരുന്നു അരവിന്ദ ഘോഷ്, പി.സി. റോയ്, രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച രണ്ട് സംഘടനകളായിരുന്നു സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 7, 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ഡിസംബർ 30 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായത്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളാണ് ആക്ക ഖാൻ, നവാബ് സലീമുള്ള, മൊഹ്സിൻ ഉൽ മുൽക്ക്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളാണ് ആക്ക ഖാൻ, നവാബ് സലീമുള്ള, മൊഹ്സിൻ ഉൽ ഹക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാമായിരുന്നു? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇവരാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടത്. ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. 1916 ഇത് ആരംഭിച്ചത്. ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. കാലഘട്ടം 1916. അയർലൻഡിൽ നിന്നാണ് ഈ ആശയം കടം കൊണ്ടത്. ഇന്ത്യയിൽ ഇതിന്റെ നേതാക്കൾ ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ എന്നിവരായിരുന്നു. ബാലഗംഗാധര തിലകൻ സ്വയംഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച പത്രമായിരുന്നു കേസരി മറാത്ത. അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. മലബാറിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം കൊടുത്തത് കെ.പി. കേശവ മേനോനായിരുന്നു. മലബാറിൽ ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത് കെ.പി. കേശവ മേനോനായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം. ബീഹാറിലാണ് ഈ സമരം ആരംഭിച്ചത്. 1917
നടന്ന ചമ്പാരൻ സത്യാഗ്രഹം. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആര്? ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആര്? രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആര്? രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം ഇന്ത്യ ആചരിച്ചതെപ്പോൾ? 2017. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം ഇന്ത്യ ആചരിച്ചത് 2017. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 സമരങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യകാല 3 സമരങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം 1900. എന്താണ് ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല? ഡോക്ടർ സത്യ. റൗലറ്റ് വിരുദ്ധ നിയമങ്ങൾ. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച സൈഫുദ്ദീൻ കിച്ലോ, ഡോക്ടർ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. അറസ്റ്റ് ചെയ്തു. എന്താണ് ജാലിയൻവാലാബാഗ് ദുരന്തം? അതായത് മൈക്കേൽ ഒഡോയർ. എന്താണ് ജാലിയൻവാലാബാഗ് ദുരന്തം? റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച അമൃത്സറിലെ നേതാക്കളായ ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലി എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടി. ഈ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് എന്താണ് ജാലിയൻവാലാബാഗ് ദുരന്തം? അതായത്
റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച നിസ്സഹകരണ പ്രസ്ഥാനം കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. 1920-ലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. എപ്പോഴാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? 1920-ൽ. ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കാനുണ്ടായ സംഭവമേത്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടന്നത്. എന്തുകൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്? 1922 ഫെബ്രുവരി 5-ന് നടന്ന ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്. എന്താണ് ചൗരി ചൗര സംഭവം? ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തീ കൊളുത്തുകയും 22 പോലീസുകാർ വെന്തുമരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. എന്താണ് ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടന്നത്. എന്താണ്? ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിനാൽ ഇതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീ കൊളുത്തുകയും ചെയ്തു. തുടർന്ന് 22 പോലീസുകാർ വെന്തുമരിക്കുകയും ചെയ്തു. ഇതാണ് ചൗരി ചൗര സംഭവം. ഇത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് നടന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. തുടർന്ന് ഗാന്ധിജി 1922 ഫെബ്രുവരി 11-ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ്. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം? 1923 ജനുവരി 1-നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ഇതിന്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരായിരുന്നു സ്വരാജ് പാർട്ടിയുടെ നേതാക്കൾ. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷമാണ് 1923 ജനുവരി 1-ന്. ഇതിന്റെ നേതാക്കൾ ആരെല്ലാം? CR ദാസ്, മോത്തിലാൽ നെഹ്റു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമേത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമേത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930-ലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930-ലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 1930 മാർച്ച് 12-നാണ് ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും 385 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചത്.
എന്താണ് ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞാൽ? 1930 മാർച്ച് 12 ഗാന്ധിജി തൻ്റെ 78 അനുയായികളോടൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും 385 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചു. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5-നാണ്. തുടർന്ന് ഗാന്ധിജി 1930 ഏപ്രിൽ 6-ന് ഉപ്പ് നിയമം ലംഘിച്ചു. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പ് ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജി. എന്താണ്? ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പ് ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജി. ദണ്ഡി യാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗീതം രഘുപതി രാഘവ രാജാറാം. ആരാണ് ഇതിന് ഈണം നൽകിയത്? വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ. വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ ആണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം നൽകിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്നതും INA ആണ്. ആസാദ് ഹിന്ദ് ഫൗജിന് രൂപം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ എത്രാം സ്വാതന്ത്ര്യ ദിനമാണ് 2020 ഓഗസ്റ്റ് 15-ന് നമ്മൾ ആഘോഷിക്കുന്നത്? 73-ാം സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. താങ്ക് യു.